യേശുവിന് കൊടുക്കണം. യേശുവിന് കൊടുക്കണമെങ്കിൽ വചനം സ്വീകരിക്കണം. വചനം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, സകല ഗോളങ്ങളും വചനത്താലെ സൃഷ്ടിക്കപ്പെട്ടെന്ന് സങ്കീർത്തനം 33:6 പറയുന്നു. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കപ്പെട്ടെന്ന് ഉൽപ്പത്തി 1:9 പറയുന്നു. സകല ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് വചനത്തിലാണ്. ജ്ഞാനം 7:22, ഉൽപ്പത്തി 1:20 എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. ആ വചനമാണ് നാം സ്വീകരിക്കേണ്ടത്. ആ വചനമാണ് യേശു. ആ വചനമാണ് കർത്താവ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനെ ഞാൻ വീണ്ടും ഉയർപ്പിക്കുമെന്ന് യോഹന്നാൻ 6:54. വചനം യോഹന്നാൻ 6:63 വചനം ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്നു. ഇതാണ് നമ്മിലോട്ട് വരുന്നത്.